ആസ്ക് ഡോക്ടർ മിംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിശദമാക്കുന്നത് ഡെങ്കിപ്പനിയെക്കുറിച്ചാണ്. ഈ വർഷം ആദ്യ 4 മാസം കൊണ്ട് തന്നെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം കുത്തനെ ഉയർന്നു. 4 മാസത്തിനകം 1923 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടാതെ ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയെത്തിയവരും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ചികിത്സ തേടിയവരും ഏറെയാണ്. ഈഡിസ് വിഭാഗം കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഫ്ലേവി വൈറസുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണം. ഈഡിസ് ആൽബോപിക്ടസ്, ഈഡിസ് ഈജിപ്തി എന്നീ വിഭാഗം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഈഡിസ് കൊതുകുകൾ പകൽ സമയത്താണ് കടിക്കുന്നത്, പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും. ഈഡിസ് കൊതുകുകൾ തെളിഞ്ഞ വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. വലിച്ചെറിഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ഉപയോഗശൂന്യമായ ടയർ, കവുങ്ങിൻ പാള തുടങ്ങിയവയിലും വീട്ടിനുള്ളിൽ പൂച്ചെടികൾക്ക് അടിയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഇടം, ഫ്രിഡ്ജിനടിയിൽ വെള്ളം നിൽക്കുന്ന ഇടം എന്നിവിടങ്ങളിലും കൊതുക് മുട്ടയിടാം. വൈറസ് ബാധയുണ്ടായാൽ 6 മുതൽ 10 ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. സാധാരണ വൈറൽ പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. കടുത്ത പനി, തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, പേശികളിലും സന്ധികളിലും കഠിനമായ ക്ഷീണം, ഛർദി എന്നിവയാണ് ലക്ഷണങ്ങൾ. ചിലപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകളും വരാം. ഡെങ്കിപ്പനിക്ക് പ്രത്യേക മരുന്നുകളില്ല. രോഗിക്ക് പൂർണ്ണ വിശ്രമം വേണം. സാധാരണയായി ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗം ശമിക്കാറുണ്ട്. ലക്ഷണങ്ങൾക്കനുസരിച്ച് ഗ്രൂപ്പ് തിരിച്ചാണ് ചികിത്സ നിശ്ചയിക്കുക. ഗ്രൂപ്പ് എ: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ പരിചരിക്കാവുന്ന അവസ്ഥയിലുള്ളവർ പൂർണ്ണ വിശ്രമം എടുക്കണം. വെള്ളം ധാരാളം കുടിക്കണം. പനി കുറയാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കാം. ലക്ഷണങ്ങൾ കഠിനമായി നിലനിൽക്കുകയാണെങ്കിൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഗ്രൂപ്പ് ബി: പനിയോടൊപ്പം ഛർദിയും രക്തസ്രാവ ലക്ഷണവും ഉള്ളവരാണ് ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെടുന്നത്. രോഗലക്ഷണങ്ങളുള്ള കുട്ടികൾ, ഗർഭിണികൾ, പ്രായം കൂടിയവർ, പ്രമേഹബാധിതർ എന്നിവരും ഉൾപ്പെടും. ഗ്രൂപ്പ് സി: പനിയോടൊപ്പം ഗുരുതര രക്തസ്രാവം, BP വലിയ തോതിൽ കുറയുക, മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുക എന്നീ അവസ്ഥയിലുള്ളവരെയാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. ഒരാൾക്ക് ഒന്നിലധികം തവണ ഡെങ്കിപ്പനി ബാധിക്കാം. അങ്ങനെയായാൽ അത് സങ്കീർണമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കി വൈറസിന് 4 ഉപവിഭാഗങ്ങളുണ്ട്. വ്യത്യസ്ത വൈറസുകളാണ് രണ്ടാമത് ബാധിക്കുന്നതെങ്കിൽ അത് ഗുരുതരമായ ഡെങ്കി ഹെമറാജിക് ഫീവർ ആവാൻ സാധ്യത കൂടും. ആന്തരിക രക്തസ്രാവം, BP കുറയുക തുടങ്ങിയ അവസ്ഥകളോടെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന അപകടാവസ്ഥയ്ക്കും സാധ്യത കൂടും. കൊതുക് നശീകരണമാണ് ഡെങ്കിപ്പനി തടയാനുള്ള ഏറ്റവും പ്രധാന പ്രതിരോധ വഴി. വീടും പരിസരവും വൃത്തിയാക്കി വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കണം. ഫ്രിഡ്ജിലെ ട്രേ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വൃത്തിയാക്കുക. ചിരട്ട, പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയവ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. വെള്ളം സംഭരിച്ചു വെക്കുന്ന പാത്രങ്ങളിൽ കൊതുക് വളരുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയെല്ലാം ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളാണ്. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു.